ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്തും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ ക്ഷണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും എത്തിച്ചേരുമെന്ന് പറയുന്നതിന് വേണ്ടി കഴിയില്ല. എന്നാൽ ഇതിനെ എതിർക്കുന്ന ലേബർ മന്ത്രിമാർ ഉണ്ട്. അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 100 പേരാണ് അതിലൊരു പങ്കാളിത്തമായി ഞങ്ങൾ കണക്കാക്കുന്നത്. അത് ഒരു ദിവസത്തെ കോൺക്ലേവ് ആയതുകൊണ്ട് തന്നെ 4 സെക്ഷനായിട്ടാണ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ രണ്ട് സെക്ഷനും ഉച്ചശേഷം 2 സെക്ഷനും. ഇതെങ്ങനെ തൊഴിലാളികളെ, ലേബർ കോഡ് തൊഴിലാളികളെ ജീവിതത്തെ ബാധിക്കും, അതിന് പരിഹാരം എങ്ങനെ കാണാൻ വേണ്ടി കഴിയും? കേരള ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെ? ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിൽ എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമ പണ്ഡിതന്മാരെയും തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ ലേബർ കോഡ് അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നാണോ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്? മറ്റ് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ ട്രേഡ് യൂണിയനുമായുള്ള യോഗത്തിൽ എടുത്തിരിക്കുന്നത്? നേരത്തെ മുതൽ തന്നെ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സർക്കാരും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഏകപക്ഷീയമാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഈ യൂണിയൻ നേതാക്കളുമായി ചേർന്ന യോഗത്തിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേബർ കോഡ് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തെ അറിയിക്കും ന്ന് ഏതായാലും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഡിസംബർ 19 ഒരു ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും. ഈ ലേബർ കോൺക്ലേവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ ക്ഷണിക്കും. പക്ഷേ എല്ലാവരും എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിലും ഈ ലേബർ കോഡിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺക്ലേവ് 4 സെഷനുകളായിട്ടായിരിക്കും നടക്കുക. രാവിലെ 2 സെഷൻ, ഉച്ചയ്ക്ക് ശേഷം 2 സെഷനുകൾ എന്ന രീതിയിലായിരിക്കും ഈ കോൺക്ലേവ് നടക്കുക. കോൺക്ലേവിൽ പ്രധാനമായും ഈ ലേബർ കോഡ് എങ്ങനെയാണ് തൊഴിലാളികളെ ബാധിക്കുക, സംസ്ഥാനത്തിന് എത്രത്തോളം ഇതിൽ ഇടപെടാൻ സാധിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഈ കോൺക്ലേവിൽ നടക്കും. അതുപോലെ തന്നെ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ ഈ ലേബർ കോഡിൽ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡാണ് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കിയിരിക്കുന്നത് എന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ ഈ ചില സ്ഥാപനങ്ങൾ ഈ പ്രതിഷേധക്കാർക്ക് നോട്ടീസ് നൽകുന്ന സാഹചര്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് പൂർണ്ണമായും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഇത്തരത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന തരത്തിലൊക്കെ തന്നെ ഇന്ന് ഏതായാലും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധിക്കുന്ന തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഈ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ 19-ാം തീയതി കോൺക്ലേവ് നടത്തും. ഈ കോൺക്ലേവിൽ എല്ലാ വിഷയങ്ങളും കൃത്യമായ രീതിയിൽ ചർച്ച നടത്തുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 5 വർഷം മുമ്പാണ് ഈ ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നത്. അന്ന് തന്നെ തൊഴിലാളി സംഘടനകൾ വലിയ രീതിയിലുള്ള എതിർപ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. അതിനെ തുടർന്നാണ് ഇത്രനാൾ വൈകിയ വേളയിൽ ഈ ലേബർ കോഡ് പാസാക്കുന്നത്. തൊഴിലാളികളുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് അന്ന് തന്നെ ഈ ലേബർ കോഡ് പാസാക്കാതെ ഒരു 5 വർഷത്തോളം വൈകിയ ശേഷം നിലവിൽ ഇത് പാസാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഏകപക്ഷീയമാണ് എന്നാണ് തൊഴിലാളി സംഘടനകളുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും വിലയിരുത്തൽ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കില്ല. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേരുകയും ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ആതിരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.